വിശുദ്ധ തൃത്വം പാർട്ട് 7 കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ് പറയുന്നത്. ഒരാൾ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ആദിയും അന്തവുമില്ലാത്ത 3 ഉണ്മകൾ ഉണ്ടായാൽ അത് വിശുദ്ധ തൃത്വമാകുമോ? ഇല്ല. ആദിയില്ലാത്ത പിതാവ്, ആദിയില്ലാത്ത പുത്രൻ, ആദിയില്ലാത്ത പരിശുദ്ധ റൂഹ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അങ്ങനെ വരുമ്പോൾ 3 ദൈവം. കാരണം പറയാം, പിതാവിനോട് ബന്ധമില്ലാത്ത പുത്രനല്ല, പിതാവിനോട് ബന്ധമില്ലാത്ത പരിശുദ്ധ റൂഹ അല്ല. പിതാവിനോട് ബന്ധമില്ലാത്തത് പുത്രൻ വന്നാലും പരിശുദ്ധ റൂഹ വന്നാലും വേറെ ദൈവമാവും. പിതാവിനോട് ബന്ധമുള്ള പുത്രൻ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ. സ്വാഭാവിക പുത്രൻ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ദത്തപുത്രന്മാരാണ്, മക്കളാണ്, അവകാശികളുമാണ്. പക്ഷേ പിതാവിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു പുത്രനേ ഉള്ളൂ. അത് പിതാവിൽ നിന്ന് ജനിക്കണം, അപ്പോഴേ പിതാവിൻ്റെ പുത്രനാകുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. 3 ആദ്യമൊന്നുമില്ലാത്ത വ്യക്തിത്വങ്ങളോ വന്നാൽ വേറെ തിരിച്ച് നിൽക്കണ്ടേ, വ്യതിരിക്തമായിട്ടൊക്കെ നിൽക്കണ്ട്. പക്ഷേ ആ വ്യതിരിക്തമായിട്ട് നിൽക്കുമ്പോൾ തന്നെ പിതാവിൽ നിന്ന് ജനിച്ചവനായിരിക്കണം, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനായിരിക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെ തൃത്വം നിങ്ങളെ വിശദീകരിച്ചാലും എന്തെല്ലാം ഫോട്ടോകൾ കാണിച്ചാലും രക്ഷയില്ല. ഒരു ത്രികോണം വരച്ചുകൊണ്ട് ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ആ ത്രികോണം 3 കൂട്ടിവിട്ട് നിൽക്കുകയാണ്, വ്യതിരക്തത വരുന്നില്ല അവിടെ. അതുകൊണ്ട് അത് വിശുദ്ധ തൃത്വമാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ 3 ഉണ്മകളുണ്ടായാലും ആദ്യമൊന്നുമില്ലാത്തുണ്ടായാലും, ആളത്വത്തിൽ ഞാൻ പറയില്ല, അതുകൊണ്ട് അതിന് വ്യത്യാസമുണ്ട്, കാര്യമില്ല. പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കണം പുത്രൻ, പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ റൂഹ. അങ്ങനെ ബന്ധപ്പെടാത്ത ഒന്നും തന്നെ വിശുദ്ധ തൃത്വമാവുകയില്ല. അത് മനസ്സിലാക്കണം. അല്ലാതെ പഠിപ്പിച്ചാൽ അത് കൾട്ട് ഉപദേശമാണ്.